ഒരുപാട് പേര് അബ്രോഡ് ഒരു നഴ്സിംഗ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ വെൽ ക്വാളിഫൈഡ് ആണ്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അവർ എക്സാം പാസ്ഡ് ആണ്. പക്ഷെ അവർക്ക് ജോബ് കിട്ടാനൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കറന്റ് ട്രെൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നഴ്സിംഗ് ജോബ് റിക്രൂട്ട്മെന്റ് ഒക്കെ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് നമ്മളിപ്പോൾ സൗദി അറേബ്യയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് ഇവിടുത്തെ ആൾക്കാരെയാണ് കൂടുതലും ആദ്യമായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടുത്തെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ഓവർസീസിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നത്. അതായത് ഇന്ത്യയിൽ മാത്രമല്ല, അതുപോലെ മറ്റ് കൺട്രികളിൽ നിന്നൊക്കെ നഴ്സുമാരെ ഹയർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് മൊത്തമായിട്ട് വളരെ സ്ലോയിലാണല്ലോ നടക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോൾ GNMമാരുടെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, GNMമാരുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഒരു ഏജൻസിയെ നിങ്ങൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ GNMമാർക്കാണെങ്കിൽ അവർ എക്സ്പീരിയൻസ് 3 ഇയറിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 3 ഇയറിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അതിപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ മാത്രമായിരിക്കും GNMമാരെ എടുക്കുന്നത്. ഒരു 50-60% ഹോസ്പിറ്റൽസിലൊക്കെ BScക്കാരെ ആയിരിക്കും കൂടുതൽ എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GNMമാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇയറിന് മുകളിൽ അവർ എക്സ്പീരിയൻസ് വരും. ഇപ്പോൾ GNM പഠിച്ചവർക്ക് ഇപ്പോൾ 3 ഇയറിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ സെലക്ട് ആയി, അവർക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി, അവർക്കിപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാലും അവരുടെ സാലറിയിൽ BScക്കാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു 10,000 മുതൽ 15,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു GNM നഴ്സിംഗ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജോബ് UAEയിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സൗദിയിലാണ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ, നിങ്ങളുടെ സ്പെഷ്യാലിറ്റി, നിങ്ങളെ നഴ്സിംഗ് ടെക്നീഷ്യൻ എന്നായിരിക്കും. പിന്നെ മെയിനായിട്ടും GNM പഠിച്ചവർക്ക് കിട്ടുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ക്ലിനിക്സ്, പിന്നെ ഹോം കെയർ, ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും, സെറ്റിങ്സിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത്. ഇവിടെയൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പണികൾ ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ സാലറി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇനി ക്ലിനിക്കിലും സെയിം ആയിരിക്കും. പിന്നെ ഹോം കെയറിൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. എപ്പോഴും ക്ലിനിക്കൽ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതലും ഫീമെയിൽസിനൊക്കെ അങ്ങനെ ആയിരിക്കും നല്ലത്. പിന്നെ എല്ലാ മേഖലകളിലും സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. പക്ഷെ എന്നാലും ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ കൂടുതലായിട്ടും GNMമാർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടൊന്നും വാക്കൻസീസ് അധികം വരാറില്ല. ഇപ്പോൾ ഖത്തറിലായാലും സൗദിയിലായാലും UAEയിലൊക്കെ ആയാലും GNMമാർക്ക് വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ പോസ്റ്റ് BSc ആയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 ഇയറിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേൾഡ് വൈഡായിട്ട് ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഏത് ടോപ്പ് ലെവൽ ഹോസ്പിറ്റൽസിലായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2026 ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ജോബ് കിട്ടാൻ വേണ്ടി MSc നഴ്സിംഗ് പഠിക്കണോ അതോ BSc ഉണ്ടായിരുന്നാൽ മതിയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് വളരെ സ്ലോ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ UK ഒരു 3-4 വർഷത്തിന് മുന്നേ ഒരുപാട് നഴ്സുമാരെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ USA നോക്കിയാലും ഒരുപാട് പേരെ നേരത്തെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രോസസ്സിങ് വളരെ ഡിലേ ആണ്. ഒരു 3-4 വർഷമൊക്കെ അതിൻ്റെ പ്രോസസ്സിങ് എടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലോട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതായത് അവിടുത്തെ HMC ഹോസ്പിറ്റലിലോട്ടും റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതുവരെ ജോബൊന്നും റെഡി ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കൺട്രീസിലെ ആൾക്കാർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ വിസ ഒന്നും ഇഷ്യൂ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ വിസ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻസിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 5-6 വർഷത്തിന് മുന്നേ ഒക്കെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ കിട്ടിയതിനേക്കാളും അതിൻ്റെ പകുതി ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹോസ്പിറ്റൽസ് സബ് കോൺട്രാക്ടേഴ്സ് വഴിയാണ് ഈ സ്റ്റാഫിനെ എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സബ് കോൺട്രാക്ടേഴ്സ് അതിപ്പോൾ ഒരു ഏജൻസി ആയിരിക്കും, ഒരു കൺസൾട്ടൻസി ആയിരിക്കും, മാൻ പവർ കമ്പനി ആയിരിക്കും. ഈ മാൻ പവർ കമ്പനീസ് നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സുമാരെ ഹയർ ചെയ്ത് അവരുടെ കമ്പനിയിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവർക്ക് ഇപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് നഴ്സിംഗ് വാക്കൻസി റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാൻ പവർ കമ്പനിയിൽ നിന്ന് ഇവർ നഴ്സുമാരെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാലറി ഒക്കെ വളരെ കുറവാകുന്നത്. ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ
പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല സാലറി ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നഴ്സുമാരെ ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് ഇപ്പോൾ എടുക്കുന്നില്ല. വളരെ കുറവാണ്. ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ 2026 അതിന് മുന്നോട്ടുള്ള വർഷങ്ങളിലായാലും നമുക്കിപ്പോൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് മതിയായിരിക്കും. MSc നഴ്സിംഗ് അങ്ങനെ മാൻഡേറ്ററി അല്ല. ഇപ്പോൾ നിങ്ങൾ നഴ്സിംഗ് ലെക്ചററായിട്ടോ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടോ ഇല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസറായിട്ടോ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടോ ഇതുപോലുള്ള പൊസിഷനിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc നഴ്സിംഗ് മസ്റ്റായിട്ട് വേണ്ടതാണ്. പക്ഷേ BSc കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലിനിക്കൽ സൈഡിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. MSc നഴ്സിംഗിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ BSc പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ നോക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഗ്രേഡ് ചെയ്തിരുന്നാൽ അത്രയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ നഴ്സിംഗ് പ്രൊഫസറായിട്ടോ ഇല്ലെങ്കിൽ നഴ്സ് മാനേജറായിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു നഴ്സിംഗ് സൂപ്രണ്ടായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് ഓഫീസറായിട്ടോ ഒക്കെ ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ MSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് സാലറിയും കൂടും, നമുക്കതിൻ്റെ ഒരു ഫെസിലിറ്റീസൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു GNM പഠിച്ച ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് പോസ്റ്റ് ബേസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മാക്സിമം എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് BSc എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാക്സിമം ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോഴും നമ്മളെ വെൽക്കം ചെയ്യുന്ന GNM നഴ്സുമാരെ വെൽക്കം ചെയ്യുന്ന കൺട്രീസാണ് UK, ജർമ്മനി, അതുപോലെ തന്നെ കുറച്ച് ഗൾഫ് കൺട്രീസ്. സൗദി അറേബ്യയിലും GNMമാരെ എടുക്കുന്നുണ്ട്, UAEയിലായാലും GNMമാരെ എടുക്കുന്നുണ്ട്. ജോബ് കിട്ടാതിരിക്കത്തില്ല, ജോബ് എന്തായാലും കിട്ടും. പക്ഷേ ഇപ്പോൾ 2026 റിക്രൂട്ട്മെൻറ്റൊക്കെ കുറച്ച് സ്ലോ ആണ്. പക്ഷെ നമുക്കിനി വരും വർഷങ്ങളിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.